പെരുന്നാളിന് ശേഷം പുതിയ വിറ്റൊന്നും ഇറക്കിയിട്ടില്ല ഇത്ത. ബിസിനസ്സൊക്കെ നിർത്തിയോ? ഇപ്പോൾ വെറും ട്രിപ്പും പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വെറും ആ ഒരു പരിപാടി മാത്രം ആക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. താങ്ക്സ്, ആരും മറന്നു പോയിട്ടില്ല എന്നുള്ളത് പറഞ്ഞതിന്. റായില താത്ത, മേരി ചേച്ചി, അങ്ങനെ നമ്മളെ കുറച്ച് ചങ്ങാഴ്ചകളുണ്ട്. അവരൊക്കെ വിളിച്ചിട്ട് തെറിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അവരോടൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ഞാൻ പറയും, നിങ്ങൾ ഇന്നെ തെറി പറഞ്ഞതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയും, ഇന്ന തെറി പറഞ്ഞാൽ തിരിച്ചു പറയാൻ എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടെന്ന് ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും മതി ഈ വീഡിയോ ഒക്കെ മടി തെണ്ടി കിടന്നത്, ഇനി വേഗം വീഡിയോ ഇടാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും സന്തോഷമായി. അപ്പോൾ അതാ തുണി എടുക്കാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ വീഡിയോ എടുക്കാൻ മാത്രം സമയമില്ലേ നമുക്ക്. അപ്പോൾ വേറെ ഓരോന്നിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയപ്പോൾ 2-3 അൽഹംദുലില്ലാ 2-3 പ്രൊമോഷൻ വർക്കുകളൊക്കെ കിട്ടി. അപ്പോൾ അവിടുത്തെ റിസോർട്ടൊക്കെ പോകാനും റിസോർട്ടിൻ്റെ വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് പോയതായിരുന്നു. കാക്കും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ. അതിൻ്റെ ഇടയിൽ കാവ്യൻ്റെ 3 പീസുകളും മറ്റേ അൽഫൈൻ്റെ വിറ്റിയാളും ചുങ്കിടി വിറ്റിയാളൊക്കെ എടുത്തിരുന്ന്. അജ്രക്കിൻ്റെത് 290ൻ്റെ വിറ്റിയാൾ വേറെ എടുത്തിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം കുറച്ച് പീസുകൾ എടുത്തിട്ടുള്ളൂ. ഇതൊക്കെ 320ൻ്റെ പീസുകളാണ്. അൽഫൈനുണ്ട്, ചുങ്കിടി ഉണ്ട്, പിന്നെ 320ൻ്റെ സാധാ മെറ്റീരിയലുണ്ട്, അജ്രക്കിൻ്റെ 320ൻ്റെ മെറ്റീരിയലുണ്ട്, ബോർഡർ ടൈപ്പിൻ്റെ കുറച്ച് പീസുകളും ഉണ്ട്. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സീസണൊക്കെ ആയി തുടങ്ങി. സ്റ്റിച്ചിങ് ഒന്നും നമ്മൾ നിർത്തൂല, അത് നമ്മളിവിടെ പോയാലും നമ്മളെ കാര്യങ്ങൾ ഇവിടെ നടന്നു പോകും. അപ്പോൾ അത് വേണ്ടതൊക്കെ കട്ട് ചെയ്തിട്ടിട്ടും അങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ടൊക്കെ ഇരുന്ന് പോയിരുന്നത്. അതുപോലെ ഷാൾ നൈറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ 320ൻ്റെ പീസുകളാണ്. ബ്ലാക്ക് പീസുകളുണ്ട് 320ൽ ഇഷ്ടം പോലെ. അജ്രക്കിൻ്റെ 320ൻ്റെ പീസുകൾ, 290ൻ്റെ പീസുകളും ഉണ്ട്. അതിൽ ബോർഡർ ടൈപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ടൈപ്പുകൾ 2-3 പ്രാവശ്യം ഇവിടെ ഇറക്കിയിട്ടും ഇഷ്ടം പോലെ പോയതാണ്. ഇതേ ചുങ്കിടീൻ്റെ അജ്രക്കിൻ്റെ ചുങ്കിടിയിൽ പെട്ടിട്ടുള്ള ഷാൾ നൈറ്റികളാണ്. അത് 3 പീസേ കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ ആദ്യത്തേതുകളൊക്കെ ബാക്കിയുള്ളത് ഓരോരുത്തരുള്ളത് ഞാൻ ഒരുപാട് പേര് ചോദിച്ച സംഭവങ്ങളായതുകൊണ്ട് വീണ്ടും കുറച്ചും കൂടി അങ്ങനത്തെ പീസുകൾ കണ്ടപ്പോൾ എടുത്തതെന്ന് മാത്രം. അപ്പോൾ വേണമെന്നുള്ളവർ വേഗം ഇതിലുള്ള ഈ നമ്പർക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി. കോൾ ചെയ്താൽ കിട്ടണില്ല എന്ന് കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് പറയലുണ്ട്. ഫോണുമ്മൽ എപ്പോഴും നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടാനാണ് എല്ലാവരോടും പറയാറുള്ളത്. അതാവുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫ്രീ പോലെ നമുക്ക് നോക്കിയിട്ട് ഇതാക്കിയിട്ട് ചില ദിവസം എക്സ്ട്രാ വർക്കുകൾ ഉണ്ടാവും പെട്ടെന്ന് തീർക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഫോണുമ്പോൾ നോക്കിയിരിക്കുമ്പോൾ പിന്നെ അതിമ തന്നെ അവിടെ പെടും. അപ്പോൾ പിന്നെ ഓരോരോ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് അങ്ങനെയാണ് പോകേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും പെരുന്നാൾ അടിച്ചു പൊളിച്ചോ? പെരുന്നാളിൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെയായി? ചിലരൊക്കെ വന്നുകൊണ്ട് ചിലർ തുണി എടുത്താണ്ട് പോയാൽ പിന്നെ ഓരോ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. ചില ആൾക്കാർ വന്നിട്ട് നമുക്ക് ഇത്രയൊക്കെ ലാഭം കിട്ടി, ഇങ്ങനെയൊക്കെ ആയി, അത്ര കച്ചവടം ആയിട്ടില്ല, ഇത്ര വിചാരിച്ച മാതിരി എത്തിയിട്ടില്ല, ഇത് എനിക്ക് ഇങ്ങനെ ആയില്ല അങ്ങനെ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയണോലുണ്ട്. ഒന്നും മിണ്ടാതെ പോണോലും ഉണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതൊക്കെ പോണതിനെക്കാട്ടിയൊക്കെ രസം നമുക്കുള്ള കാര്യങ്ങൾ രണ്ടായാലും പറയേണ്ടതല്ലേ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുള്ള ഈ അജ്രക്കിൻ്റെ പീസിന് എന്താ അത്ര പ്രത്യേകത എന്ന്. ഈ എംബ്രോയ്ഡറിനൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ടിനൊക്കെ നമ്മൾ അടിക്കണ പോലെ ഒരു പീസ് വെച്ചിട്ട് അത് ഉൾഭാഗത്തേക്ക് പതിച്ചടിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു നൈറ്റി അടിച്ചിടണം എന്നുള്ളവർക്ക് പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അതിന് ഹോൾസെയിൽ റേറ്റ് ആയിട്ട് വരുന്നത് 230 രൂപയാണ് വരിക. അപ്പോൾ അതൊരു 30 പീസാണുള്ളത് പ്ലെയിൻ്റെ മെറ്റീരിയൽ. അതിൽ എംബ്രോയ്ഡറി ഒന്നും വരാത്ത പീസുകൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് സ്റ്റോക്ക് ഉള്ളത്. ആൽഫൈൻ്റെതും 8 പീസോ 9 പീസോ ഉള്ളൂ. പിന്നെ 320ൻ്റെ സാധാ മെറ്റീരിയലും ഇതുമാണുള്ളത്. അപ്പോൾ മിനിമം 5 പീസെങ്കിലും എടുക്കണം ഹോൾസെയിൽ റേറ്റിന് കിട്ടണമെങ്കിൽ. റേറ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞില്ല. അതിന് വീഡിയോയിൽ റേറ്റ് പറയാത്തതിന് കുറേ ആൾക്കാർ വന്നിട്ട് തെറി പറയാറുണ്ട്, ഞങ്ങൾ വെറുതെ വീഡിയോ കാണണം അത് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വേറെ ചിലർ പറയാറുള്ളത് നിങ്ങൾ വീഡിയോയിൽ റേറ്റ് പറയില്ലേ, ഞങ്ങൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ കൊടുക്കണതാണ്. അപ്പോൾ അവിടെ അങ്ങനെ കുറവ്, ഇവിടെ അങ്ങനെ കൂടുതൽ, ഞങ്ങൾ ഓരോരുത്തർ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കച്ചവടം പോവും. എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പണ്ടേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെ വീഡിയോസ് സ്റ്റാറ്റസൊക്കെ വെച്ചിട്ട് സബ്സ്ക്രൈബ് ആക്കിപ്പിച്ച ആൾക്കാരുണ്ട്. ഓരോ കുടുംബക്കാരെ കൊണ്ടൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് 50K ആവണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് അങ്ങനെ സ്റ്റാറ്റസൊക്കെ വെച്ച് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച ആളുകളുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ അത് നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ ഓല് എപ്പോഴും യൂട്യൂബ് നോക്കണോല്ലോ, അല്ലെങ്കിലും എപ്പോഴെങ്കിലും ആയാലും യൂട്യൂബ് നോക്കണോല്ലോ നമ്മളെ വീഡിയോ കാണുമ്പോൾ നോക്കുമ്പോൾ അതിൽ ഇത്ര റേറ്റ് ഉള്ളോ. അപ്പോൾ ഇതേ സമയത്ത് എൻ്റെ സബ്സ്ക്രൈബർ ഇവിടെ ആയത് എന്താ കാരണം വെച്ചാൽ നമ്മളടുത്ത് മെറ്റീരിയൽ എടുത്തിട്ടോ അങ്ങനെയൊക്കെ ആവും.
അപ്പോൾ നമ്മൾ കാരണം തുടങ്ങിയ ആൾക്കാർക്ക് നമ്മൾ തന്നെ ഒരു പാരാവാൻ നമ്മൾ ആഗ്രഹിക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ റേറ്റ് പറയാത്തത്. പിന്നെ 150ൻ്റെ പീസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു, അത് കഴിഞ്ഞ് പോയി. അപ്പോൾ ആ മോഡലിലുള്ള കുറച്ചും കൂടി വേണമെന്നൊരു 2-3 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഈ നമ്പറിൽ തന്നെ. അപ്പോൾ പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം എടുക്കുമ്പം ബുധനാഴ്ച അതല്ലെങ്കിൽ ശനിയാഴ്ച ഇനി മെറ്റീരിയൽ എടുക്കും. ഒരുപാട് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വർക്ക് ഒരുപാട് പെൻഡിങ് ആയി കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുള്ള ജഗപോകിയിലാണ്. അത് ക്ലിയർ ആക്കിയിട്ട് ഈ മെറ്റീരിയൽ എടുക്കണുള്ളൂ. കാവ്യൻ്റെ 3 പീസ് 4XL വന്നിട്ടുണ്ട്. അത് വേണ്ടവരും അത് മിനിമം 10 പീസ് എടുക്കണം. അതിനുള്ള ബാഗാണുള്ളത്. അപ്പോൾ ആ ബാഗായിട്ട് തന്നെ എടുക്കേണ്ടാവും നന്നാവുക. നമുക്ക് ഓർഡർ ഉള്ളതൊക്കെ ബാഗാണ്. ചില്ലറ നമ്മളോട് ചോദിച്ചിട്ടില്ല. 2-3 ബോക്സൊക്കെ എടുത്ത് അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോക്സ് ടൈപ്പിന് തന്നെ ഓരോരുത്തർ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തിടുക. കൂടെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് നമ്മൾക്ക് പണിയായി എന്നൊന്നും നിങ്ങൾ പറയരുത്. അതൊന്നും ആവില്ല. നമ്മളൊരാൾക്കൊരു നല്ല കാര്യം വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ നല്ല കാര്യമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. എന്നുവെച്ചാൽ യൂട്യൂബ് നല്ല കാര്യമൊന്നുമല്ല നമ്മൾ പറയേണ്ടത്. എന്തായാലും ഇൻഷാ അല്ലാഹ് പഠിച്ചോ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും അലാലായ രീതിയിൽ ആഗ്രഹിച്ച ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചോ നടത്തി തരട്ടെ. എല്ലാവരുടെയും ബിസിനസ്സൊക്കെ നല്ല ഉയരത്തിലാവട്ടെ. കൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.